എവിടെ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയില്ല. പറയട പോക്കിരിത്തമ്മാടി. പറയില്ല, പറഞ്ഞ മുത്തശ്ശി പാട്ടാക്കും. ഓ എന്നാ പറയണ്ട. മുത്തശ്ശി വേണ്ട. മുത്തശ്ശി മുത്തശ്ശി ആരാ? ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാണ്. ഈ കാവുംപുറത്തെ ദാമോദരന്റെ വീട് ഏതാ? ദാമോ? എവിടെ എന്റെ കുട്ടി? ദാമുവിന്റെ മുത്തശ്ശിയ. ആ ദാമു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാമുവിന്റെ കൂട്ടുകാരനാ. ദാമുവിന്റെ ചെങ്ങാതിയാ? എന്റെ മോൻ എന്ത്? അവൻ വന്നില്ലേ? ഇല്ല. എന്താ അവൻ വരാത്ത? മറന്നവൻ എന്നെ, ഞങ്ങളെയൊക്കെ മറന്നവൻ. മുത്തശ്ശി ഏട്ടന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ബോംബെന്ന്. ഏട്ടൻ പറഞ്ഞിട്ട് വന്നതാ. വനച്ചോട് വേഗം വരാൻ പറഞ്ഞു മുത്തശ്ശി. എന്തിന്? ഞാൻ വന്ന് നിറ പറയാൻ നല്ലോണം വെച്ച് എഴുന്നള്ളിക്കണോ? നാടകത്തിന്റെ ഫോട്ടം പിടിച്ചതാ. പാട്ടും സംഗീതവും നാടകവും ഒക്കെ ഉണ്ട് മൂപ്പരുടെ കയ്യില്. ഐറ്റിയില് പഠിക്കുമ്പോ എത്രയാ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളേ. നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ഒരാളെയും വെറുപ്പിക്കില്ല. അതുകൊണ്ട് ചോദിച്ചവരൊക്കെ 5000-ഉം 10,000-ഉം കൊടുത്തു. ആകെയുള്ള ആ പറമ്പും പണയം വെച്ചു. അങ്ങനെ 1,00,000. 75,000 റുപ്യ വിസയ്ക്ക് തന്നെ കൊടുത്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? കളിപ്പ് പറ്റിപ്പോയി. പോയ വിമാനത്ത് തന്നെ തിരിച്ചു ബോംബെ തന്നെ കൊണ്ടിറക്കി. കൊല്ലം 4 ആവണു നാട് വിട്ടിട്ട്. അവന്റെ അമ്മ മരിച്ചിട്ട് പോലും വന്നിട്ടില്ല. ബാനുവിന് ഇത്ര ദേഷ്യം അതാ. മരിച്ചതിന്റെ 21-ാം ദിവസം വിവരം അറിയണേ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? 4 പോണേന് മുമ്പ് എഴുതായിരുന്നു അവന്. പെട്ടെന്നാണ് പോകേണ്ടി വന്നത്, ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത്. അപ്പൊ എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യവും. ഇനിയിപ്പോ പഴയ പോലെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ തിരിച്ചു കയറ്റി വിടോ? ഇല്ല, തിരിച്ചു വരില്ല. അവസാനം എന്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ, അത് മതി എനിക്ക്. ഇത് ആട്ടുംപാൽ ഒഴിച്ചതാ, കുടിക്കുമല്ലോ. ഏറ്റവും ഒടുവിലത്തെയാ. ബാനുവിനോട് പറഞ്ഞോടി? പറഞ്ഞു. ദാ വറുത്തരിയാ, തിന്നൂല്ലോ. രാജി, പേരെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും? എനിക്കറിയാം. ഭാനു, സുമ എല്ലാരും എനിക്കറിയാം. എന്താ പാകാവോന്നറിയില്ല, ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചതാ. വാങ്ങിച്ചോടി, ഏട്ടൻ കൊടുത്തു വിട്ടതല്ലേ. ഏട്ടൻ തന്നെയാണ് തരുന്നെന്ന് വിചാരിച്ചോളൂ. ചേച്ചിമാരവിടെ? മുത്തശ്ശിക്ക് ഒരു പുതപ്പ്, നല്ല കമ്പിളിയാ. മുത്തശ്ശന് മുത്തശ്ശി മുത്തശ്ശി എന്തിനാ കരയണേ? അതങ്ങനെയാ. അവന്റെ ഒരു എഴുത്ത് വന്നാ കരയും. അവന്റെ പഴയ കുപ്പായം കണ്ടാ കരയും. രണ്ടാളും വലിയ കൂട്ടായിരുന്നേ. മുത്തശ്ശി, ദേ ദാമുവിന് പകരമായിട്ടാ ഞാൻ വന്നിരിക്കണേ. മുത്തശ്ശി എന്തായി കാട്ടണേ? സുമ അല്ലേ? മറ്റേ ആൾ വന്നില്ലേ, ഭാനു? അവള് കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. ഇതാ വരുമ്പോ ഒരെണ്ണം കൊടുത്തേക്കൂ. കുഞ്ഞിന്റെ കാര്യം ഞാൻ ഓർത്തില്ല, എനിക്കറിയില്ലായിരുന്നു. അവക്കൊരു ചതി പറ്റിയതാ. ആളുകളുടെ മനസ്സ് തുറന്നു നോക്കാൻ പറ്റുമോ? ദാമുവിന്റെ കൂട്ടുകാരൻ ഒരു എല്ലാം വിളമ്പിക്കോ, കണ്ണി കണ്ടവരോടൊക്കെ വിളമ്പിക്കോ. മോളെ, ഏട്ടൻ പറഞ്ഞയച്ച ആളാ. ആര് പറഞ്ഞാലും സന്ധ്യ കഴിഞ്ഞു. 7:30 കഴിഞ്ഞാൽ ടൗണിലേക്ക് ബസ്സില്ല. എങ്ങനെയുണ്ടടി? നല്ല ഭംഗിയുണ്ട്. അസലായിട്ടുണ്ട്. നിനക്കും ഉണ്ടടി ഒരെണ്ണം. കണ്ടോ? ആഹാ,
സന്തോഷം. നാണോ മാനോ ഉണ്ടോടി നിങ്ങക്കൊക്കെ? ഏതോ ഒരുത്ത വന്ന് ഇളിച്ചു കാട്ടി തന്നപ്പോ വാങ്ങിയിരിക്കണ്. ഏട്ടൻ കൊടുത്തു വിട്ടതാ. ആരാ പറഞ്ഞ? എന്താ ഉറപ്പ്? ഏട്ടന്റെ കൂട്ടുകാരനാടി. ഏട്ടന്റെ കൂട്ടുകാരുടെ കയ്യിലിരിപ്പൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് എന്താ ചെളിയാണോ? താങ്ങോട്ട് തടി കരിങ്കാളി. അതുകൊണ്ട് കുറച്ചു ദിവസം എനിക്ക് ഇവിടെ നിൽക്കണമായിരുന്നു. അതിനെന്താ അതെ, സന്തോഷല്ലേ? ഇതൊന്നും ഇവിടെ വേണ്ട. എന്താ ഈ നിഷേധി കാണിക്കണേ? മോളെ, ഇതൊക്കെ ദാമു കൊടുത്തു വിട്ടതാ. ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊടുത്തു വിടാൻ ഇവിടെ എന്താ ഉടുക്കാൻ തുണിയില്ലാണ്ടിരിക്കണോ? ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ദാമു. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇവിടെ ഞങ്ങള് 3 പെൺകുട്ടികളുടെ വീടാ. ഒരു വീട്ടിൽ വരാൻ ചില സമയവും കാലമൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ പോണം ഇവിടുന്ന്. ഛേ, എന്താ ഈ കുട്ടി പറയണേ? നമ്മുടെ വീട്ടിലേക്കായിട്ട് വന്നിട്ട് എന്നാ പിന്നെ അകത്ത് കയറ്റി കിടത്ത്. ഒരു കൂട്ടുകാരൻ ചെയ്ത ഉപകാരം ഇപ്പൊ തൊട്ടില് കിടക്കുന്നുണ്ട്. എന്നെ കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയിക്കണ്ട. ഇങ്ങനെ മര്യാദ ഇല്ലാണ്ടായ എന്താ ചെയ്യാ? കുഴപ്പമില്ല, ഞാൻ പോവാണ് മുത്തശ്ശി. ഇതും കൂടി വെച്ചോ. ഇത് മതി അവൾക്ക്. പിന്നെ എനിക്ക് വേണം. ഇത് എന്ത് കിട്ടിയതാ? ഇനിയിപ്പൊ ഈ രാത്രി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, ഞാൻ പോവാണ്. ഇത്ര നെളിപ്പ് പാടില്ല പെൺകുട്ടികൾക്ക്. അവനിതറിഞ്ഞ എന്താ പറയാ? അതെ, ആരാ? ഒരു മനുഷ്യൻ. അത് മനസ്സിലായി. കൊല്ലക്കുടിയിൽ എന്താ കാര്യം ചോദിച്ചത്? അത് ചോദിച്ചില്ലല്ലോ. എന്നാ അങ്ങനെ ചോദിക്കുന്നു? കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്നറിയില്ലേ? ഇല്ല. കത്തി കാച്ചിക്കാം, അരിവാള് കാച്ചിക്കാം, കുന്തം, കോടാലി, മഴു ഇതൊക്കെ പണിയാം, കാച്ചിക്കാം. ഓഹോ, കാച്ചിക്കോ കാച്ചിക്കോ. ആയിക്കോട്ടെ. ആ. ഓ, എല്ലാരും യാത്ര അയക്കാൻ നിക്കാണ്. പോയിരുന്നു വലുതും പഠിക്കടി. ഭർത്തമാർക്ക് മാത്രമേ സീറ്റുള്ളൂ. നാട്ടുകാരൻ ചിലരൊക്കെ ഇവിടെ ഉണ്ട്. കൈ കായുണ്ട്. കൈ കായുള്ള നാട്ടുകാരൻ ഇങ്ങോട്ട് കേറി വാടാങ്ങട്. നിനക്കെന്താ? കണ്ട കള്ളുകൂടിയന്മാര് തലയ്ക്ക് വെളിവില്ലാണ്ട് ഇത് എന്തേലും കേൾപ്പിക്കാനാണല്ലോ ഓരോരുത്തരും. നല്ല കണി. മനുഷ്യനെ പഠിപ്പിച്ചിട്ട് കൊള്ളാം. 2 കമ്പി വീണ് ഒച്ച കേട്ടപ്പോഴേക്കും പേടിച്ചോ? ഇവിടെയെങ്കിലും ഒരു ഒച്ചയും ബഹളം ഇല്ലല്ലോ. ഒച്ചയുടെ അല്ല, കണ്ണു തുറമ്പോ കണ്ടതാരാ? നിന്നെ. അപ്പൊ എന്റെ പേടിയുണ്ട്. പിന്നെ പേടിക്കാണ്ട പറ്റോ? പുലിക്കുട്ടിയല്ലേ. ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടിയുള്ളത് നല്ലതാ എന്റെ തങ്കപ്പൻ നായരെ. അപ്പൊ ഞാനൊരു ചെറ്റയെന്നാണോ നീ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേങ്കില് ചില ചെറ്റകളുണ്ട്.
ബോംബെ നിന്നങ്ങാണ്ട് ദാമുവിന്റെ കൂട്ടുകാരൻ വന്നു പറയാനട്ടു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂട്ടുകാരന്മാർ വന്ന് പാത്തു പോണുണ്ട് മുതലാളി. കുമാര നീ ആ കമ്പിയും കൊണ്ട് പോ. ഇതൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ പെണ്ണുങ്ങൾ ഇരുമ്പേ പണിതാ ഏക്കില്ല. ടൗണില് വേലക്കേറുവാൻ്റെ കൊടുത്താ ഉളി പോലെ പണിത് തീർന്നു. നീ നിന്റെ പണി നോക്കി പോടാ. ശരി ശരി, മുതലാളിയുടെ പണിയിൽ ഞാൻ ഇടപെടുന്നില്ല. ഇവന്മാരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ലത്. എന്റെ കാശിതാ, ഞാൻ പോട്ടെ. അത് ശരി, നിക്ക് പെണ്ണേ. അവൻ പറഞ്ഞ കേട്ടിട്ടാ ഈ ഒരു കഴുത തന്നെയാ. ഞാൻ കഴുത തന്നെയാ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭാരം ചുമക്കണേ. അല്ല, ദാമുവിന്റെ കൂട്ടുകാരൻ വന്നത് എന്തിനാ? ആ എനിക്കറിയില്ല. ഏട്ടൻ അക്കരയ്ക്ക് പോയി എന്നൊക്കെ പറയണു. നേരാണോന്നറിയില്ല. നോണയൊന്നും ആയിരിക്കില്ല. അല്ലാണ്ട് ഒരാളൊന്ന് പറയോ? ആട്ടെ, കാശിലും കൊടുത്തിട്ടുണ്ടോ? കുറച്ച് തുണി കൊടുത്തു വിട്ടു, ചാവുമ്പോ പൊതിയാൻ. കുമാരേട്ടാ, നിങ്ങളൊന്നും കൂടെ നോക്കിയേ. ജമാലേ, നമ്മുടെ കയ്യിലുള്ളതും പെടയ്ക്കണ നോട്ട് തന്നെയാ. പക്ഷെങ്കിലേ നിങ്ങള് മുതലാളിയാണ്. അത് ശരിയാ. മുതലാളിമാരുടെ കയ്യിൽ നിന്നും വരുത്തന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാവോ നിങ്ങളുടെ കയ്യിൽ? എല്ലിന് ബലമുള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ, അത് അവിടെ കിട്ടില്ല. അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത ചെറ്റാള്. എടിയടി, തുപ്പോലും ചീറ്റിലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും. നിന്റെ അമ്മയോട് പോയി പറയടാ. നിനക്കിന്നത് എന്ത് പറ്റി? ഒന്നാമതേ മരമോന്ത, അത് കേറ്റിയും കൂടെ പിടിച്ചാല്. മുത്തശ്ശി, ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ. ഇതെന്ത് കൂട്ടാനാടി ഇത്? ഇത്തിരി മീന ഇറച്ചിയെ തിന്നിട്ടുള്ള കാലം മറന്നു. ഹായ്, ഇറച്ചി തിന്നാൻ പറ്റിയ ഒരാള് ചോറ് തിന്നണ ഐസ് ഫ്രൂട്ട് തിന്നണ പോലെയാ. പിന്നെ എനിക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. എന്റെ കഴുത്ത് നീ കഴിച്ചു വിടില്ലടി നിന്നെ. ആരാ? എന്താടി ഒച്ചയാക്കൊന്നില്ലാത്ത? അതാ തമിഴനാ, എന്തേലും പറഞ്ഞു പൊയ്ക്കോട്ടെ. അകത്തെ ആരാടി കേട്ടേക്കണേ? മോളെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി ഇവനൊക്കെ ഈ വീടിന്റെ ഉള്ളിൽ കയറും. നിന്നെ പട്ട പകല് ഞാൻ കൊണ്ടുപോകും ആളുകളുടെ മുന്നിൽ കൂടെ. എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയതുപോലെ ഒരു കൊച്ചിനെ ഉണ്ടാക്കി തരും. ചെവിയിൽ നുള്ളിക്കോ പേഴ്ചനായന്റെ മക്കൾ. ഒരു മിനിറ്റ്. പെൺകുട്ടികളോട് അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയണത് ശരിയാണോ കുമാരേട്ടാ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാര്? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ആരും ആയിക്കോട്ടെ, ആണുങ്ങളില്ലാത്തൊരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ അല്ലേ? അതിനു പകരം അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ടാ? പോളി സേവയ്ക്ക് വന്നവ അത് കഴിഞ്ഞ് പോക. നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന പോലെ തിരിച്ചു പോകില്ല. കുമാറിന് നിനക്കറിയില്ല? അറിയില്ല, ഞാൻ വന്നിട്ട് 2-3 ദിവസമായുള്ളൂ. ചില രാജകുമാരന്മാരെ വിശ്വാസം കണ്ടിട്ടുണ്ട്. മര്യാദക്ക് പറയുമ്പോ മുട്ടാപ്പൊക്കെ കാട്ടരുത്. കണ്ടോ ആരെയാണ് പേടിപ്പിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. ഒന്നും ചെയ്യില്ല കുമാരേട്ടാ. എന്റെ കഴുത്ത് വേദനിക്കുന്നു, കഴുത്ത് വിട്. കളിച്ചോ കൊന്നുകളയും പന്നി. രമേശ്